ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി എനിക്ക് ഏകദേശം ഒരു 35,000 രൂപ വരെ എനിക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ഇപ്പോൾ ലോണായിട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മൊത്തം കവർ ചെയ്യുന്നുണ്ട്. എൻ്റെ എലിജിബിലിറ്റി ഡോക്യുമെൻറ്റ്സ് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലോൺ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഈ വീഡിയോ മൊത്തമായി കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. 1000 രൂപ തുടങ്ങി ഏകദേശം 5 ലക്ഷം രൂപ വരെയാണ് ഇവിടെ പേഴ്സണൽ ലോൺ ആയിട്ട് ഓഫർ ചെയ്യുന്നത്. അതുപോലെ ആദ്യത്തെ 30 ദിവസം ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് ആണ്. ആ ദിവസങ്ങളിൽ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ എത്ര രൂപയാണോ യൂസ് ചെയ്യുന്നത് ആ ലിമിറ്റിനനുസരിച്ചുള്ള ഇൻട്രസ്റ്റ് മാത്രമേ നമ്മളിതിൽ കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ഏകദേശം 10 ആയിട്ട് ഇവർ പറയുന്നത് 3 മാസം മുതൽ 36 മാസത്തെ തിരിച്ചടവ് കാലാവധിയാണ്. അതുപോലെ ആനുവൽ പെർസെൻറ്റേജ് റേറ്റ് എന്ന് പറയുന്നത് 21% ടു 45% പെർ ആനം ആണ്. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ എലിജിബിലിറ്റി അതുപോലെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് കൂടെ നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത് സ്റ്റാഷ്ഫിൻ എന്നാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ 18 വയസ്സിനും 59 വയസ്സിനും ഇടയിലുള്ള വ്യക്തിയായിരിക്കണം. അതുപോലെ നമുക്ക് ഇൻകം എന്ന് പറയുന്നത് മാസം ഒരു എന്തെങ്കിലും ഒരു ഇൻകം കാര്യങ്ങൾ വരുമാനമുള്ള ഒരു വ്യക്തിയായിരിക്കണം. എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് ആയിട്ട് പറയുന്നത് സാലറീഡ് ആണെങ്കിലും സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ലോണ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുള്ളതാണ്. ക്രെഡിറ്റ് സ്കോർ ആയിട്ട് ഇവർ നോക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ള 650 സിബിൽ സ്കോർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ലോണ് കാര്യങ്ങളൊക്കെ കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. ഇനി ഒരു ആപ്ലിക്കേഷന് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് എന്തൊക്കെയാണ് ഇവർ ചോദിക്കുന്നതെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് വരുന്നത് ഒരു ഐഡൻറ്റിറ്റി പ്രൂഫ്, അതായത് ആധാർ കാർഡോ പാൻ കാർഡോ അല്ലെങ്കിൽ മറ്റ് പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഐഡൻറ്റിറ്റി പ്രൂഫ്, അതൊരു അഡ്രസ് പ്രൂഫ്, അതിൽ നമ്മുടെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസോ അതല്ലെങ്കിൽ യൂട്ടിലിറ്റി ബിൽസോ അല്ലെങ്കിൽ റെൻറ്റ് എഗ്രിമെൻറ്റോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ, അതുപോലെ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ആണ്. 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ഇവർ പറയുന്നത്. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലെൻഡർ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഏകദേശം പ്ലേ സ്റ്റോറിലും അതുപോലെ ആപ്പ് സ്റ്റോറിലും ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ഐഫോൺ യൂസേഴ്സിനും ഈ ഒരു ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലെൻഡർ എന്ന് പറയുന്നത് അക്കാര ക്യാപിറ്റൽ അഡ്വൈസേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന NBFC ആണ് ഈ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ മറ്റ് ലെൻഡിങ് പാർട്ട്നേഴ്സും ഇവരോട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവരുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. 100% ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു NBFC ആണ് ഈ സ്റ്റാഷ്ഫിൻ എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ എന്ന് പറയുന്നത് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഏതാണോ അത് എൻ്റർ ചെയ്തിട്ട് ഓൺലൈൻ ദിസ് ടൈം കൊടുക്കുക. അതിനുശേഷം പെർമിഷൻസ് കാര്യങ്ങളൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ സിം ഏതാണോ സെലക്ട് ചെയ്യുക, നിങ്ങൾക്ക് 2 സിം ഉണ്ടെങ്കിൽ ഏത് സിമ്മിലാണോ നിങ്ങളുടെ മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ ഇതായിട്ടുള്ളത് ആ ഒരു സിം കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു 60 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒന്ന് വെരിഫൈ ആവുന്നവരെ. അതിനുശേഷം നമ്മുടെ ഫുൾ നെയിമാണ് ആധാർ കാർഡ് പാൻ കാർഡിലുള്ള ആ ഒരു നെയിം ഫുൾ നെയിമിൻ്റെ സ്ഥാനത്ത് അടിക്കുക. അതിനുശേഷം ആധാർ കാർഡിൽ നമ്പർ അടിച്ച് കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണിക്കാം ജസ്റ്റ് ഒരു ലിമിറ്റ് കാര്യങ്ങളൊക്കെ 3 ലക്ഷം ഉണ്ട്, അതിൽ 35,000 രൂപയുണ്ട്. ഈ ഒരു എനിക്ക് ക്രെഡിറ്റ് ലിമിറ്റായിട്ട് കിട്ടിയ ഒരു എലിജിബിലിറ്റിയാണ് ഈ കാണിക്കുന്നത്. 35,000 രൂപയുണ്ട്, അതുപോലെ 3 ലക്ഷം രൂപയുണ്ട് എലിജിബിലിറ്റി ആയിട്ടുള്ളത്. അപ്പോൾ ചെക്ക് എലിജിബിലിറ്റി എന്നുള്ള ഭാഗത്തോ അല്ലെങ്കിൽ ഗെറ്റിംഗ് 2 ക്ലിക്സ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എത്ര രൂപയാണ് വേണ്ടതെന്നനുസരിച്ച് അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുള്ള KYC ആണ്. അപ്പോൾ അതിനായി കംപ്ലീറ്റ് KYC എന്നുള്ള ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ലോഡ് ആവുന്നതായിരിക്കും, ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണുന്നതായിരിക്കും. ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, അതിനുശേഷം നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഓക്കെ, താഴോട്ട് അടിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് യുവർ ആധാർ KYC എന്ന് പറയുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ലോഡ് ആവുന്നൊരു വെയിറ്റ്. അപ്പോൾ ഒരു ടിക്ക് അടിക്കാനുള്ള ഒരു കോളം വരും. അവിടെ ടിക്ക് അടിച്ച് പ്രൊസീഡ് ടു ഡിജി ലോക്കർ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്നുകൂടെ ലോഡ് ആവുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നമ്മുടെ ആധാർ കാർഡ് നമ്പർ അടിക്കുക. അതിനുശേഷം താഴെ ഒരു ക്യാപ്ച ഉണ്ടാവും. ആ ഒരു ബോക്സിൽ കാണുന്ന ലെറ്റേഴ്സ് അതുപോലെ മറ്റു ബോക്സിൽ അടിച്ചിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു OTP വരുന്നതായിരിക്കും ആധാറിൻ്റെ UID നിന്ന്. ആ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കണ്ടിന്യൂ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അലോ കൊടുത്ത് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അത് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഡിജി ലോക്കറിന് ഫെച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ KYC കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ആധാർ കാർഡ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവരെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതൊന്ന് പ്രോസസ് ആവുന്നതാണ്. പക്ഷേ ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണോ പൈസ വേണ്ടത് ആ ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ IFSC കോഡും എൻ്റർ ചെയ്തിട്ട് കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൺഫേം ആണോ എന്ന് ചോദിക്കും. നമ്മൾ ചെക്ക് ചെയ്യുക കറക്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ, അതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക.
ഓക്കെ, ജസ്റ്റ് ഒന്ന് ലോഡ് ആവുന്നുണ്ട്. അത് കുറച്ച് ടൈം എടുക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, നമുക്കിപ്പം എലിജിബിലിറ്റി കാണിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു 3,35,000 തന്നെയാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും ചെക്ക് എലിജിബിലിറ്റി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളൊരു സെൽഫി ചോദിക്കും. ആ ഒരു സെൽഫി, അതുപോലെ പാൻ കാർഡ്, അതുപോലെ ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറയും. അതുപോലെ ആധാർ കാർഡിൻ്റെ ബാക്കും എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറയും. അതിനുശേഷം നമ്മുടെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ്. പേഴ്സണൽ മെയിൽ, അത് നമുക്ക് മാസം എത്ര വരുമാനമുണ്ട്, നമ്മൾ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനത്തെയാണ് ജോലി, നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ സാലറീഡ് ആണോ സെൽഫ് എംപ്ലോയിഡ് ആണോ, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ പിൻ കോഡ്, സിറ്റി എല്ലാം എൻ്റർ ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ലാൻഡ്മാർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കുക. കറക്റ്റ് എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഒരു മാൻഡേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമ്മുടെ ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്യാൻ, അതായത് നമ്മുടെ EMI കാര്യങ്ങളൊക്കെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് മാസം ഒരു ഡേറ്റിന് അവർ ബാങ്കിൽ നിന്ന് എടുത്തോളൂ. അതിന് വേണ്ടിയിട്ടാണ് നാച്ച് എന്ന് പറയുന്നത്. ആ ഒരു സംഭവം ജനറേറ്റ് നാച്ച് എന്ന് പറയുന്ന സാധനം ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം അവർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണിക്കുക. എത്ര രൂപയാണ് നാച്ച് എടുക്കുന്നത്, ഇത് എങ്ങനെയാണ് കൊടുക്കുന്നത്, നെറ്റ് ബാങ്കിങ് വഴി കൊടുക്കുക. നിങ്ങളുടെ നെറ്റ് ബാങ്കിൻ്റെ പാസ്വേഡ് കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, നിങ്ങൾക്ക് ATM കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡെബിറ്റ് കാർഡ് വഴിയും കൊടുക്കാവുന്നതാണ്. ഓക്കെ, അത് ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് അക്സെപ്റ്റ് എന്നുള്ള ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാങ്കിലോട്ടാണ് അവർ റീഡയറക്റ്റ് ചെയ്യുന്നത്. ബാങ്കിലോട്ടല്ല, ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് റീഡയറക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കും. ആ ഒരു ടൈം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. കുറച്ച് ഫെച്ച് ചെയ്യുന്നതായതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ഇപ്പോൾ പ്രോസസ്സിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോസസ്സായി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ നാച്ച് മാൻഡേറ്റ് അതായത് സക്സസ് ആയിട്ടുണ്ട്. നമ്മുടെ അക്കൗണ്ട് നെയിം, എത്ര രൂപയാണ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണിക്കും. ഓക്കെ, ഇവിടെ എനിക്ക് അപ്രൂവൽ ആയിരിക്കുന്നത് 35,000 രൂപയുടെ ലിമിറ്റാണ്. ഏകദേശം 12 മാസത്തെ ടെന്യൂറിൽ 3,622 രൂപ EMIയിലാണ് എനിക്ക് ഈ ഒരു എമൗണ്ട് അപ്രൂവൽ ആയിട്ടുള്ളത്. അതിനുശേഷം ഗെറ്റ് ഫണ്ട്സ് നൗ എന്ന് പറയുന്ന ഒരു ക്ലിക്ക് ചെയ്യാം. താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രൊവൈഡിങ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് അപ്രൂവൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് സ്റ്റാഷ്ഫിൻ എന്നുള്ള ഭാഗം സ്റ്റാഷ്ഫിൻ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇവിടെ ലോഗിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് യു ആർ നൗ എലിജിബിൾ ഫോർ 35,000 ക്രെഡിറ്റ് ലിമിറ്റ്. അപ്പോൾ എനിക്ക് 35,000 രൂപ ലിമിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എമൗണ്ട് എനിക്ക് എടുക്കാവുന്നതാണ്. ഗെറ്റ് ഫണ്ട്സ് എന്ന് പറയുന്ന ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് നമുക്ക് എത്ര എമൗണ്ടാണ് വേണ്ടത്, ഈ 35,000-നുള്ളിൽ എത്ര എമൗണ്ടാണ് വേണ്ടത്, 1,000 വേണമെങ്കിൽ എടുക്കാം, 15,000 വേണമെങ്കിൽ എടുക്കാം, 25,000 വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ 35,000 രൂപ വരെ ലിമിറ്റിൽ എത്ര രൂപ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ആ ഒരു എമൗണ്ട്, നമ്മൾ എടുക്കുന്ന എമൗണ്ടിന് മാത്രമേ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ചാർജ് ചെയ്യുള്ളൂ. അതുപോലെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫസ്റ്റ് 30 മന്തിലേക്ക് നോ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് 35,000. അപ്പോൾ 3,622 രൂപയാണ്. 12 മാസത്തേക്കാണെങ്കിൽ EMI വരുന്നത്. അപ്പോൾ നമുക്ക് ടെന്യൂർ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ലോൺ ടേംസ് കാര്യങ്ങളൊക്കെ കാണും. അതൊക്കെ വായിച്ച് നോക്കുക. അതിനുശേഷം ആ ഒരു ബോക്സിൽ ടിക്ക് കൊടുത്തതിന് ശേഷം താഴെ സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഡ്യൂ ഡേറ്റ് എന്താണെന്ന് കാണിക്കുന്നുണ്ട്. 25 ജനുവരി എന്നുള്ള ഡേറ്റിനാണ് വന്നിരിക്കുന്നത്. ആ ഒരു ഡേറ്റിലായിരിക്കും നമ്മുടെ അടുത്തത് നമ്മൾ ഗെറ്റ് ഫണ്ട്സ് നൗ എന്ന് കൊടുക്കുക. പക്ഷേ നമ്മുടെ ആധാർ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കൺഫേം എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ പ്രോസസ്സിങ് ആവുന്നുണ്ട്. ഈ ഒരു എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോണ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്